ലുഹോനിയൻ വോയിസ് വചനവിചിന്തനത്തിലേക്ക് സ്വാഗതം. ആഗമനകാലത്തിലെ 3-ാം ആഴ്ചയിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ രക്ഷകൻ്റെ ജനന ആഘോഷത്തിലേക്ക് അടുക്കുകയാണ്. നാം എല്ലാവരും ക്രിസ്മസിനായി കാത്തിരിക്കുന്ന ദിനങ്ങളിലായിരിക്കുമ്പോൾ ക്രിസ്മസിനായുള്ള നമ്മുടെ ഒരുക്കം എത്രത്തോളം ആയിരിക്കുന്നുവെന്ന് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. ക്ഷമിക്കണം, എൻ്റെ ചോദ്യം ഇങ്ങനെ മാറ്റാം. ഉണ്ണിയേശുവിനെ സ്വീകരിക്കുവാനുള്ള എൻ്റെ തയ്യാറെടുപ്പ് എത്രത്തോളം ആയിരിക്കുന്നുവെന്ന് ആത്മപരിശോധന ചെയ്യാം. പ്രസ്തുത കാലത്തിലെ വായനകളും നമ്മുടെ ഒരുക്കങ്ങളുമായി കൂടുതൽ ബന്ധപ്പെട്ടതാണ്. ആരാധനക്രമത്തിലെ വായനകൾ ആഗമനകാലത്തിലെയും ക്രിസ്മസിൻ്റെയും തയ്യാറെടുപ്പിൽ ഒരാളുടെ ജീവിതത്തെ നവീകരിക്കുവാനും മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുവാനുമുള്ള ഒരു ആഹ്വാനമാണ്. ആഗമനകാലത്തിലെ 3-ാം ഞായറിലെ 3 വായനകളും ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുക എന്ന് മാത്രമല്ല, ക്രിസ്തുവിനെ അന്വേഷിക്കുക, കണ്ടെത്തുക എന്നുകൂടി ചൂണ്ടിക്കാണിക്കുന്നു. 3-ാമതായി നാം വായിച്ചത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നും. ആഗമനകാലത്തിലെ വലിയൊരു പ്രവാചകനും പ്രചാരകനുമാണ് സ്നാപക യോഹന്നാൻ. കർത്താവിൻ്റെ വരവിനുള്ള ഈ ഒരുക്കത്തിൽ സ്നാപക യോഹന്നാൻ നിറമുള്ള മാലകളെക്കുറിച്ചോ ജ്വാലകളെക്കുറിച്ചോ കേവലം ബാഹ്യമായ കാര്യങ്ങളെക്കുറിച്ചോ സംസാരിക്കുന്നില്ല, മറിച്ച് കേന്ദ്രത്തെക്കുറിച്ചാണ്. കർത്താവിൻ്റെ വരവിനായി ഹൃദയത്തെ ഒരുക്കുക എന്നത്. ആഗമനകാലത്തെ ഒരു വ്യക്തിത്വമാണ് സ്നാപക യോഹന്നാൻ. അവൻ്റെ ദൗത്യം എന്നത് മിശിഹായെക്കുറിച്ചുള്ള തെറ്റായ പ്രവചനം നടത്തിയവരുടെ ഇടയിലും മനുഷിക മോചന വാഗ്ദാനത്താൽ അമ്പരന്ന മനുഷ്യരുടെ കണ്ണുകൾ വെളിച്ചത്തിലേക്ക് തുറക്കുക എന്നതായിരുന്നു. വെളിച്ചത്തിൻ്റെ ഒരു സാക്ഷിയായിട്ടാണ് അദ്ദേഹം വന്നത്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ സ്നാപക യോഹന്നാൻ്റെ സന്ദേശത്തിൽ കേന്ദ്ര ഉദ്ദേശമെന്നത് നമ്മെ കർത്താവിലേക്ക് നയിക്കുന്ന പാത സൂചിപ്പിക്കുക എന്നതാണ്. അതുകൊണ്ട് അവൻ ഇങ്ങനെ പറയുന്നു: ക്രിസ്തുവിനെ അന്വേഷിക്കുക. നിങ്ങളുടെ മധ്യത്തിൽ നിങ്ങൾ അറിയാത്ത ഒരാൾ എന്ന്. ഈ കാലത്തിലെ വലിയൊരു ദുരന്തം എന്നത് യേശു ക്രിസ്തു മഹാനായ അജ്ഞാതനായി തുടരുന്നു എന്നതാണ്. ക്രിസ്തുവിൻ്റെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്താൻ അനുവദിക്കാതെ മാറുന്ന കാലത്തിലും സാഹചര്യങ്ങളും അനുസരിച്ച് നമ്മുടെ ആത്മീയതയെ പോലും മാറ്റപ്പെട്ടിരിക്കുന്നു എന്നതാണ് സത്യം. സ്നാപക യോഹന്നാൻ അന്നത്തെ തലമുറയോട് പറഞ്ഞ ആ മുന്നറിയിപ്പ്, ക്രിസ്തുവിനെ അന്വേഷിക്കുക, നിങ്ങളുടെ മധ്യത്തിൽ നിങ്ങൾ അറിയാത്ത ഒരാൾ, ഇത് നമ്മെ ഉണർത്തുന്ന ഒരു സന്ദേശവും കൂടിയാണ്. എന്തെന്നാൽ ഇതിൻ്റെ സന്ദേശം ശക്തവും വെല്ലുവിളി നിറഞ്ഞതുമാണ്. ക്രിസ്തുവിനെ അന്വേഷിക്കുവാനുള്ള തീക്ഷ്ണത ഉണ്ടാകുവാനും വരുന്ന ക്രിസ്തുവിനെ പ്രത്യാശയോടെ നോക്കാനും കൂടിയാണ് ഈ മുന്നറിയിപ്പ്. സുവിശേഷത്തിലൂടെ സ്നാപക യോഹന്നാൻ ക്രിസ്തുവിനെ അന്വേഷിക്കുവിൻ എന്ന് പറയുമ്പോൾ, ഇന്നത്തെ 2-ാം വായനയിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിയക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലൂടെ നമ്മെ ആഹ്വാനം ചെയ്യുന്നത് ക്രിസ്തുവിനെ സന്തോഷത്തോടെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുവിൻ എന്ന്. 2-ാം വായന നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രാർത്ഥനയിലൂടെ സന്തോഷത്തിൽ ആത്മാവിൻ്റെ കൃപയോടും മാന്യമായ ജീവിത വിശുദ്ധിയോടുമുള്ള വിശ്വസ്ത ജീവിതങ്ങൾക്ക് മാത്രമേ ക്രിസ്തുവിനെ കണ്ടെത്താനാവൂ എന്ന്. ആഗമനത്തിലെ ഈ 3-ാം ഞായറാഴ്ച അദമ്യമായ സന്തോഷത്തിൻ്റെ സന്ദേശവും ഉൾക്കൊള്ളുന്നു. എന്താണ് ദൈവവചനത്തിലെ ഈ സന്തോഷം? വിശുദ്ധിയിലേക്കുള്ള വിളിയുടെ ശക്തമായ ജീവിതത്തിൻ്റെ ഫലമാണ് യഥാർത്ഥ സുവിശേഷ സന്തോഷം.
ക്രിസ്തുവിനെ കണ്ടെത്താൻ കാത്തിരിക്കുന്നവരോടും അന്വേഷിക്കുന്നവരോടും വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്, എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിക്കുവിൻ എന്ന്. ഈ കാര്യങ്ങൾ വിശ്വസ്തയോടെ നിർവഹിക്കുക എന്നതാണ്. കാരണം നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാണ്. ഒന്നാം വായനയിലൂടെ യേശയ്യാ പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ആഗമനകാലം ശക്തമായ തപസ്സിൻ്റെ സമയമല്ലെങ്കിലും ദൈവത്തിൻ്റെ രക്ഷാകൃത്യ സാന്നിധ്യം എന്ന നിലയിൽ ക്രിസ്തുവിനെ അന്വേഷിക്കുവാനും അത് ആധികാരികതയോടെ അന്വേഷിക്കുവാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. കാരണം വരാനിരിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ സാധാരണക്കാരൻ അല്ലാത്തതിനാൽ. ദൈവപുത്രൻ മിശിഹ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ദൗത്യം എന്തെന്നും അത് എത്രമാത്രം ആധികാരികതയാണെന്നും വരച്ചു കാട്ടുന്നു. മിശിഹ കർത്താവിൻ്റെ അഭിഷിക്തനായി പ്രഘോഷിക്കപ്പെടുന്നു. ഈ അഭിഷേകത്തിൻ്റെ ദൗത്യം എല്ലാവർക്കും വ്യക്തിപരവും സാമൂഹികവുമായ എല്ലാ രോഗങ്ങളിൽ നിന്നും വീണ്ടെടുക്കുകയും യഥാർത്ഥ വിശുദ്ധിയിലേക്ക് നയിക്കുകയും ചെയ്യുക എന്നതാണ്. ഇക്കാരണത്താൽ സഭയിൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചവരും അല്ലാത്തവരും ക്രിസ്തുവിനായുള്ള വ്യക്തിപരമായ അന്വേഷണത്തിൽ കൂടുതൽ ആത്മാർത്ഥതയും ഉത്സാഹവും കാണിക്കുക. രോഗാതുരവും അധാർമികവുമായ ജീവിത സാഹചര്യങ്ങളിൽ യേശു ക്രിസ്തുവിനെ അന്വേഷിച്ച് കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുമെന്നും യേശയ്യാ പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട കാത്തിരിപ്പിൻ്റെ ദിനങ്ങളിൽ ക്രിസ്തുവിനെ അന്വേഷിക്കുവാൻ, അന്വേഷണം സന്തോഷത്തോടും ആധികാരികതയോടുമുള്ള അന്വേഷണം നടത്തി ക്രിസ്തുവിനെ കണ്ടെത്തി ഒരു സുവിശേഷ സാക്ഷിയായി ജീവിക്കുവാനുള്ള കൃപ നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുൽക്കൂട്ടിൽ പിറക്കാൻ പോകുന്ന ഉണ്ണിയേശുവിൻ്റെ അനുഗ്രഹം നമ്മളിൽ നിറയട്ടെ. ആമേൻ.